എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ചെറിയ വീഡിയോ ആണ്. ഇന്ന് നമ്മളൊരു ഗീവ് അവേ പറഞ്ഞില്ലായിരുന്നു, എന്താ ഇന്ന് 6-ാം തീയതി. ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബറായിട്ട് അച്ഛൻ്റെ കടയിൽ വന്ന് മീൻ വാങ്ങുന്നവർക്ക്, സബ്സ്ക്രൈബറായിട്ടുള്ളവർക്ക് മീൻ പകുതി പൈസ കൊടുക്കുമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇന്ന് കടൽ മീനൊക്കെ കുറവാണ് കിട്ടിയത്. അത് കാരണം നമ്മുടെ ഒരു 2-3 കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കൂടിൽ എന്തെങ്കിലും മീൻ കിട്ടിയാലും അതും പിന്നെ കുറച്ച് ചെമ്മീൻ വിട്ടിരിപ്പുണ്ട്, ആ ചെമ്മീനും കൂടി അങ്ങോട്ട് കൊണ്ടുചെല്ലെന്ന് അച്ഛൻ പറഞ്ഞു. 2-3 പേര് ഇപ്പോൾ കടയിൽ വന്നെന്നാണ് അച്ഛൻ പറഞ്ഞത്. കടയല്ല, അച്ഛൻ മീൻ വിൽക്കുന്ന സ്ഥലത്ത് 2-3 പേര് വന്നെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ കൂട് കൂടി പൊക്കി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. അതിനെ വന്നേക്കും. ഇപ്പോൾ ഒരു ട്രാപ്പ് ഇവിടെ വെച്ചേക്കുന്നത്, ഈ കണ്ടത്തിൽ ഒരു ട്രാപ്പ് ഈ കണ്ടത്തിൽ വെച്ചേക്കുന്നത്. നമുക്ക് രണ്ടും എടുക്കാം. ഫ്രണ്ട്സ്, ഇത് ഇവിടെയാണ് ഫിഷ് ട്രാപ്പ് വെച്ചേക്കുന്നത്. നമ്മൾ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ സ്ഥലം തുറന്ന് കിടക്കുന്ന ഒരു പത്താഴമാണ്. അതിൻ്റെ ഉണ്ടോ ആ പത്താഴത്തിൻ്റെ ഇതെവിടെയാണ് നമ്മൾ ട്രാപ്പ് ഇരിക്കുന്നത്. ഇരിക്കുന്നതാണ് നമ്മൾ ട്രാപ്പ്. കണ്ടോ നെറ്റ് ഇറങ്ങിയെടുക്കാൻ പറ്റുള്ളൂ. ട്രാപ്പിനകത്ത് മീനുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് നന്ദനൊക്കെ ചീഞ്ഞ് കിടപ്പുണ്ട്. നമുക്ക് ട്രാപ്പ് എടുക്കാൻ വേണ്ടിയിലേക്ക് കേട്ടോ. ട്രാപ്പ് എടുക്കുവാണ്. ട്രാപ്പിന് മീനുണ്ട്. വാഗക്കുഞ്ഞ് കണ്ട, വാഗയുടെ കുഞ്ഞിനെ കണ്ട. ഞാൻ അങ്ങോട്ട് മാറ്റി കാണിച്ചുതരാം. ഗായ്സ്, ഇത് നോക്കിയ വാഗക്കുഞ്ഞ് നോക്കിയ ഗായ്സ്, കുറേ എന്ന് പറഞ്ഞാൽ കുറേ വാഗക്കുഞ്ഞുങ്ങൾ. എൻ്റെ പൊന്ന് അച്ഛാൻ വരെ നോക്കിയാൽ എന്ത് പറയണമെന്നറിയാൻ വരുതേ. കൂട് നിറച്ചും വാഗക്കുഞ്ഞുങ്ങൾ. ഗായ്സ്, നമുക്കത് കൂട്ടിൽ നിന്ന് പുറത്തിട്ട് കാണിച്ചു തരാം എന്തൊക്കെയാണ് കിട്ടിയത്. നോക്കിയേ, ഇത് മാത്രമാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസ്. ബാക്കിയൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. സൈസ് ഇത് വേണ്ട, വാഗക്കുഞ്ഞുങ്ങൾ മാത്രം മൊത്തം. എന്തായാലും നമുക്ക് കിട്ടിയേക്കുന്ന ഈ വാഗയുടെ കുഞ്ഞല്ല ഇത്. കാരണം ഇത് വേറെയാണ്. അത് മണൽ വാഗയാണ്. ഇത് വേറെ ഏതോ വാഗയുടെ. നമുക്കിത് അധികം ഡാമേജ് വരുത്താതെ ഇതുപോലെ തന്നെ കായലിലേക്ക് കളഞ്ഞേക്കാം. ഇത് അത്യാവശ്യം വലുതായതാണ്. അത് കാരണം ഇത് ഒറ്റപ്പെട്ടായാലും ഇത് സർവൈവ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്നും എടുക്കുന്നില്ല, നമ്മളെല്ലാം കളയുവാണ് പെട്ടെന്ന് തന്നെ. നമുക്കെല്ലാം വാരിക്കയില്ല. അതിനൊക്കെ ഒരു ചെറിയ പള്ളത്തിൽ പൂളാനൊക്കെ ഉണ്ട്. ഇത് മാറിപ്പോരുത് കേട്ടോ. പൂളാനും വാഗക്കുഞ്ഞും ഏകദേശം ഒരുപോലെയൊക്കെ ഇരിക്കുന്നു. മാറിപ്പോരുത്. രണ്ട് മൂന്ന് കരിമിക്കുഞ്ഞുങ്ങളുണ്ട്. അതും നമ്മൾ ഇതിൻ്റെ കൂടെ ഇടുവാണേ. കരിമിക്കുഞ്ഞുങ്ങളും വാഗക്കുഞ്ഞും എല്ലാം കൂടി നമുക്ക് കായലിൽ കൊണ്ട് കളയാം. നമ്മൾ വാഗയെല്ലാം കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ആ ബാക്കി വന്ന കരിമീനില്ലേ, കുറച്ച് കരിമിപ്പള്ളത്തി ഉണ്ടല്ലോ, ആ കരിമിപ്പള്ളത്തി കൂടി ഇതിലേക്ക് കയറ്റുകൊണ്ട് സൈസുള്ള. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറേ പേര് ചോദിക്കും, കൂട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ കരിമീനൊക്കെ നിങ്ങൾ എന്തിനാണ് പിടിക്കുന്നതെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. അത് കണ്ടത് ഈ ഒരു സൈസല്ല, എല്ലാം നമ്മൾ തിരിച്ചപ്പം തന്നെ വരും. നമ്മൾ വലുത് മാത്രം എടുക്കാറുണ്ട്.
ഇതുണ്ടോ ആണോ ആണല്ലേ കഴിച്ചത് കണ്ടോ നമ്മളതെല്ലാം കളയുവാണ്. പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും പാടത്ത് കൊണ്ട് ഇട്ട് വളർത്തി എന്തെങ്കിലുമൊക്കെ ചെയ്യാം. പക്ഷേ ഇത് കായലിൽ എല്ലാവർക്കും പിടിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കായലിലേക്ക് തന്നെ റിലീസ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും പിടിക്കാമല്ലോ ഇതിന്. നമുക്ക് മാത്രം ഇത്രയും വാഗമില്ല. അതുകൊണ്ട് നമ്മൾ കായലിലേക്ക് തന്നെ വിടുവാണ്. ഓരോന്നായിട്ട് വിടുന്നില്ല, എല്ലായിട്ടും വിടാം. ഇച്ചിരി അടുത്ത് വന്ന് വെള്ളത്തിലേക്കാണ്. ഐസ്തേ നമ്മുടെ രണ്ടാമത്തെ ഫിഷ് ട്രാപ്പ് ഇതാണ് കേട്ടോ. രണ്ടാമത്തെ ഫിഷ് ട്രാപ്പാണ് ഇത് ഇരിക്കുന്നത്. ഇത് ഈ ഒരു കണ്ടത്തിലാണുള്ളത്. ഓക്കെ, നമ്മുടെ നമ്മുടെ ക്യാമറ ഓഫായിരുന്നു. എൻ്റെ മൊബൈലിലാണ് ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. നമുക്ക് ട്രാപ്പ് പെട്ടെന്ന് എടുക്കാവുന്നതുകൊണ്ട് ഇവിടെ രാവിലെ മുതൽ കറണ്ടും ഇല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഈ ട്രാപ്പ് നോക്കി നോക്കാം ഇനി. ഇതിൻ്റെ ബാക്കിൽ കെട്ടിയേക്കുന്ന കയറ് നമുക്ക് അഴിച്ചു കൊടുക്കണം. അപ്പോൾ അവിടെയാണ് കെട്ടിയേക്കുന്നത്. നല്ല ഒഴുക്കി എടുക്കുന്നു. ഐഡിയ എന്തെങ്കിലും ഉണ്ടോ? കുറച്ച് മീൻ മാത്രമേ കാണുന്നുള്ളൂ. ഇതിനകത്ത് നമ്മൾ വിചാരിച്ചത്രയും മീനില്ല. മേളിക്കറി കാണിച്ചു. നല്ല തെള്ളി ചെമ്മീനും ചൂടൻ ചെമ്മീനും ഒരു കുഞ്ഞിക്കൂടി ചെറിയ പള്ളത്തികളും. നമുക്ക് ചെമ്മീൻ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചെറിയ പള്ളത്തിയൊക്കെ കളയാം. ചൂടൻ ചെമ്മീനൊക്കെ ഉണ്ട്. നമ്മുടെ ലാസ്റ്റത്തെ കമ്പോലിട്ടേക്കുന്നത് നമ്മുടെ സ്വന്തം പാടത്തെ പത്താഴത്തിലാണ്. നമ്മൾ പത്താഴത്തിൻ്റെ ഭാഗത്തിലാണ് ലാസ്റ്റത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതുകൂടി നമുക്ക് പൊക്കി നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. നമ്മളെ ആ ഫിഷ് ട്രാപ്പിൽ ഒന്നുമില്ല, കാലി. അപ്പോൾ നമുക്ക് മൊത്തം 2 ഫിഷ് ട്രാപ്പിൽ നിന്നാണ് മീൻ കിട്ടിയേക്കുന്നത്. ആദ്യത്തിൽ നിന്ന് കിട്ടിയ മീൻ നമ്മൾ റിലീസ് ചെയ്ത് ചെറിയൊരു നച്ചരയുടെ കുഞ്ഞ്. ആ മൊത്തം 3 നമുക്ക് കിട്ടിയ മീനിനെ കാണിച്ചു. ഒരെണ്ണത്തിൽ കിട്ടിയ വാഗ നമ്മൾ റിലീസ് ചെയ്ത്, പിന്നെ ഒരു ചെറിയ വാഗയുണ്ട്, 2 കരിപ്പളത്തിയുണ്ട്, കുറച്ച് ചെമ്മീനും ഉണ്ട്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.